വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെച്ചോളൂ കേട്ടോ. അതിനുശേഷം നമുക്കിത് കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം അങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് സെയിം പാനിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ബട്ടർ ചേർത്ത്, ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നീട് 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുക്കണേ, കരിഞ്ഞു പോകരുത്. ചില്ലി ഫ്ലേക്സ് ഒന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ചെമ്മീൻ ഫ്രൈ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Thank you.